നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇത് പ്രൈവറ്റ് സെക്ടറിനെ ബാധിക്കുമെന്നും ഇത് വലിയ പ്രശ്നങ്ങളാകുമെന്നും. പക്ഷെ ഞാൻ പറയുന്നതൊന്നും ഗവൺമെന്റ് തലത്തിൽ എത്തണമെന്നില്ല. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ആളുകൾ അത് കാണുന്നു, അവർ എന്നെ അഭിനന്ദിക്കുന്നു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതാ ഓരോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സിലെ ജീവനക്കാർ ദിനം പ്രതി കരഞ്ഞുകൊണ്ട് ഓരോ വീഡിയോ ഇടുകയാണ്. ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലായി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റ് ബസ് ഓണേഴ്സും വീഡിയോ ഇടാൻ തുടങ്ങി. ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലായെന്നും പറഞ്ഞ് ഏതാണ്ട് 7000-ൽ പരം പ്രൈവറ്റ് ബസ്സുകളാണ് കേരളത്തിലുള്ളത്. ഈ ബസ്സുകൾ മുഴുവൻ കട്ടപ്പുറത്ത് ആകാൻ പോവുകയാണ്. 2-3 മാസം കൂടി കഴിയട്ടെ. ഈ ബസ്സുകൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയോളം ഒരു ബസ്സിന് ടാക്സ് അടയ്ക്കാനുണ്ട്. അത് കൂടാതെ അതിന്റെ അറ്റകുറ്റപ്പണികളും മറ്റുമായി ഒരുപാട് പൈസ ഈ ബസ് ഓടിക്കുന്നതിന്റെ വകയിൽ ചിലവുണ്ട്. ആ പ്രൈവറ്റ് സെക്ടറിനെയാണ്, ആ പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവിച്ചുകൊണ്ട് ഊർധ്വശ്വാസം വലിക്കുന്നത്. ഇവരുടെ കണ്ണുനീർ കണ്ടപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ട്രാൻസ്പോർട്ട് മന്ത്രി ഒരു അഭിപ്രായം പറയുകയുണ്ടായി. ആ അഭിപ്രായം നിങ്ങൾ ഒന്ന് കേൾക്കുക. അവർക്ക് ടിക്കറ്റ് ഇതര വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ കാർഗോ കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളുണ്ട്. മുകളിൽ പണ്ട് കാർഗോ കൊണ്ടുപോയിരുന്നു. പണ്ട് SRCP ട്രാൻസ്പോർട്ട് തുടങ്ങിയ സമയത്ത് അന്നത്തെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കാർഗോ ആയിരുന്നു. അപ്പൊ നമ്മൾ ബസ് കാർഗോ ഇല്ല ബലത്തിൽ, നമ്മുടെ കയ്യിലുള്ള ബാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ ബസ് കാർഗോ എന്നുള്ള സമ്പ്രദായം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? നോക്കാം. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. SRCP ഈ ട്രാൻസ്പോർട്ട് ബസ്സിന് പറഞ്ഞിരുന്ന മറ്റൊരു വരുമാന മാർഗമായിരുന്നു കാർഗോ. അത് നിങ്ങൾ കേട്ടല്ലോ. SRCPക്ക് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചിരിക്കുന്നത് CP ജോണിനെയാണ്. ആ SRCP എന്നുള്ള ഇനിഷ്യൽ കണ്ടുകൊണ്ടാണ് ബഹുമാന്യനായ VD സതീശൻ ജോണിന് ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ വെച്ച് നീട്ടിയത്. കാരണം SRCPയും CP ജോണും രണ്ടുപേരും CP ആയതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ. ഇതിന് അദ്ദേഹം പറഞ്ഞ ഒരു പോംവഴി, ഇന്ന് എല്ലാവരും ഒരു ചെറിയ ബാഗുമായിട്ടാണ് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നത്. അന്ന് ധാരാളം കാർഗോ ഐറ്റംസ്, അതായത് പാക്കറ്റുകൾ, ലഗേജുകൾ ഈ ബസ്സുകളിലാണ് കൊണ്ടുപോയിരുന്നത്. ഈ ബസ്സുകളിൽ കൊണ്ടുപോയത് ഇന്നും അങ്ങനെ ഇത് നിങ്ങൾക്ക് അയക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകളിൽ ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ കയറ്റി അയച്ചാൽ വളരെ നിസ്സാരമായ റേറ്റിൽ ഇത് അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. അദ്ദേഹം ആ പറഞ്ഞത് കേട്ടാൽ നമുക്ക് തോന്നും തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ ഒരൊറ്റ പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ടെന്ന്. അതായത് എനിക്കൊരു കാർഗോ കാസർഗോഡിന് അയക്കണമെങ്കിൽ ഏത് പ്രൈവറ്റ് ബസ്സാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡയറക്റ്റ് ഓടുന്നത്? ഒന്നുമില്ലല്ലോ. അപ്പം അദ്ദേഹം അതാ പറഞ്ഞത് ബുദ്ധിശൂന്യതയാണെന്നതിലുപരി മറ്റ് ചില ഐഡിയകൾ കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. അതിൽ ചില പ്രധാനപ്പെട്ട ഐഡിയ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയ്ക്കായി പറയുകയാണ്. ഇത് പ്രൈവറ്റ് ബസ്സുകാരോട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. 1, പ്രൈവറ്റ് ബസ്സുകൾ നഗരങ്ങളിൽ രാത്രികാലങ്ങളിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ നഗരങ്ങളിൽ എത്തുന്നവർക്ക് ഒരു രാത്രി ഉറങ്ങണമെങ്കിൽ അവർക്ക് ഈ ബസ് ലോഡ്ജായി ഉപയോഗിക്കാം. ഒരു ബസ്സിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 പേർക്ക് കിടന്നുറങ്ങാം. ഒരാളിൽ നിന്നും 300 രൂപ മേടിച്ചാൽ ഒരു രാത്രിയിൽ 10 പേർക്ക് 3000 രൂപ കിട്ടും. ഡീസൽ ചെലവ് ഒന്നുമില്ല. ഒരുപാട് ജീവനക്കാരുടെയും ആവശ്യമില്ല. അവർക്ക് ഉറങ്ങാനുള്ള സംവിധാനം ഇതിൽ ചെയ്തു കൊടുത്താൽ മതി. 2, നമ്മുടെ ബീച്ചുകളിലും മറ്റും വരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഒന്നിന് പോകാൻ വലിയ പാടാണ്. കാരണം നമ്മുടെ കേരളത്തിൽ
ഇങ്ങനെ ഒരു സംവിധാനം, ഈ ശുചിമുറി സംവിധാനം വളരെ കുറവാണ്. അത് കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ബീച്ചിലും മറ്റും എത്തുന്നവർ ഒന്നിനു പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടും. ആ ബീച്ചിൽ റോഡ് സൗകര്യമുള്ളിടത്തോട്ട് ഈ വണ്ടി കയറ്റിയിട്ട് ചെറിയ ഒരു സൗകര്യം അതിനുവേണ്ടി ചെയ്തു കൊടുത്താൽ ഒരു 10 രൂപയാണെങ്കിലും ഒരാളിൽ നിന്ന് വാങ്ങാം. ഒരു ദിവസം ഒരു 50 പേരെങ്കിലും കിട്ടും. 50 പേരെ കിട്ടിയാൽ 500 രൂപ കിട്ടും. ഈ ബസ്സിനകത്ത് ഒരു ഡീസൽ ചെലവുമില്ല. വണ്ടി അവിടെ വെറുതെ കിടക്കുകയാണ്. ജോലിക്കാരെല്ലാവരും വേണമെന്നുമില്ല. മറ്റൊന്ന്, മൊബൈൽ തട്ടുകട. ഈ ബസ് കൊണ്ടുപോയി മറ്റു വാഹനങ്ങൾക്ക് അസൗകര്യമല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഇവർക്കതിൽ തട്ടുകട നടത്താവുന്നതാണ്. സീറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ഈ ജോലിക്കാർ വേണമെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിലെ 3 ജോലിക്കാർക്കും അതിൽ ജോലി ചെയ്യാം. ഒരാൾ പാചകം ചെയ്യുക, ഒരാൾ പാത്രം കഴുകുക, ഒരാൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുക, പൈസ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ 2-3 വഴികളായി. ഇനി വേറൊന്നുകൂടി ഉണ്ട്. ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഈ ബസ് കൊണ്ടിട്ടാൽ അതിനകത്ത് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാം. അതായത് വള, കമ്മൽ, പിള്ളേരുടെ PP, ചെറിയ ചെറിയ സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തിട്ട് വിൽക്കാം. ഇതെല്ലാം ഈ ഇതര ബിസിനസ്സിൽ കിട്ടുന്ന, ഇതെല്ലാം വെറുതെ കിട്ടുന്ന ലാഭങ്ങളാണ്. ഇതിന്റെ ഏറ്റവും വലിയ കാര്യം പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് ഡീസൽ ചെലവില്ല. ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ മതി. ഇനിയും ഞാൻ ഈ പറഞ്ഞത് കൂടാതെ എന്തെങ്കിലും ഒരാശയം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുവെങ്കിൽ ദയവായി സർ CPയോട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലതാണ്. കാരണം ബുദ്ധിമുട്ടുന്ന പ്രൈവറ്റ് ബസ് ജീവനക്കാരും അതിന്റെ മുതലാളിമാർക്കും മനസ്സിലാകുവാനുള്ള ഒരു മാർഗമാണ്. ഒരു വഴി മാത്രമേ കാണാവൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. ബസ്സിൽ ആളുകൾ കയറുന്ന ഇന്നുള്ള ഒരു ബസ്സിനും മുകളിലത്തെ കാരിയറില്ല. ആ കാരിയർ പിടിപ്പിക്കണം. ആളുകളെ കയറ്റി ഇറക്കി ഈ വീഡിയോയിൽ കാസറ്റ് ഇട്ട് പാട്ടും കേൾപ്പിച്ച് കൊണ്ടുപോകുന്നത് മാത്രം ഒരു ബിസിനസ്സിൽ പെട്ടതല്ല. ഒരാൾ പറയാണ്, എനിക്ക് ഹോട്ടലുണ്ട്, എന്താ അവിടെ ഉള്ളത്? ചോറ് മാത്രമേ ഉള്ളൂ. ചോറ് മാത്രം പോരാ, അവിടെ മറ്റു കറികളും മറ്റ് ചെറുകടികളും ഒക്കെ വേണം. അതാണ് CP സാർ പറയുന്നത്. അദ്ദേഹം വളരെ നല്ല അറിവുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. വളരെ നാളായിട്ട് അദ്ദേഹം ഈ UDFന്റെ കൂടെ നിൽക്കുന്നെങ്കിലും ഇപ്പോഴാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ജനങ്ങളൊന്ന് ജയിപ്പിച്ചു വിട്ട് ഒരു മന്ത്രിയാക്കിയത്. ഒരു കാരണവശാലും അങ്ങയുടെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കരുത്. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ പറയാനുള്ള ഒരു കാര്യം കൂടെ, ഒരു മാറ്റം ആവശ്യമില്ലേ? ഇലക്ഷൻ സമയത്ത് ചാനലുകാർ മൈക്രോഫോണുമായി നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുമ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞത് ഒരു മാറ്റം ആവശ്യമാണെന്നാണ്. ഇതാണ് മാറ്റം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ നമസ്കാരം.